നമസ്കാരം. നമസ്തേ. ഐ.എസ്.ആർ.ഒ. ഐ.എസ്.ആർ.ഒയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയം നടക്കുന്നുണ്ട്. ഒരു വശത്ത് ഈ പറഞ്ഞ പോലെ വലിയ ആരോപണങ്ങളുണ്ട്. അതിനിടയിൽ ഒരുപാട് ചാരന്മാർ അല്ലെങ്കിൽ വിദേശ ചാരന്മാരുടെ സാന്നിധ്യമുണ്ട്. അത്തരത്തിലുള്ളത് കൊണ്ടാണ് പല സന്ദർഭങ്ങളിലും വിക്ഷേപണം കൃത്യമായി നടത്താൻ പറ്റാത്തതെന്നുള്ളതും അതിൻ്റെ ഭാഗമായിങ്ങാണ്ട് പല നേതാക്കന്മാരും നേരിട്ട് സന്ദർശിക്കുന്ന കാര്യങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഫെയിലിയറിൻ്റെ എന്തുകൊണ്ടാണ് പരാജയങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ള സാധനത്തെക്കുറിച്ച് പഠിക്കാൻ വെച്ച കമ്മിറ്റി റിപ്പോർട്ട് വന്നു എന്ന് പറയുന്നു. പക്ഷെ അതിൻ്റെ പല കാര്യങ്ങളും പുറത്തോട്ട് വിടുന്നില്ല. അത് രഹസ്യ സ്വഭാവമുള്ളത് കൊണ്ടായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പിന്നെ അതുകൂടാതെ തന്നെ ഒരു വിക്ഷേപണ സാധനം ഈ പറഞ്ഞ പോലെ പകുതി ഇന്ധനം നിറച്ചുകൊണ്ട് വെച്ചിട്ടിരിക്കുന്നു. പക്ഷേ അത് വിക്ഷേപണത്തിന് തയ്യാറായിട്ടില്ല എന്നുള്ള തരത്തിലൊക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഐ.എസ്.ആർ.ഒയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ബസിന്റെ ചോദ്യം വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. ഐ.എസ്.ആർ.ഒ ഇന്ത്യയുടെ അഭിമാന സ്തംഭമായ പൊതുമേഖലാ സ്ഥാപനമാണ്. ഇന്ത്യയുടെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങള് സർക്കാരിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ പരാജയപ്പെടുമ്പോൾ പലരും മാതൃകയായിട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നത് ഐ.എസ്.ആർ.ഒയാണ്. ഇപ്പം ഈ എന്താണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്? ആ സ്ഥാപനത്തിന് തന്നെ ഒരു വല്ലാത്ത പ്രതിസന്ധി വന്നുപെട്ടിരിക്കുകയാണ്. അപ്പോ ശരിക്കും പറഞ്ഞാല് ഈ ഐ.എസ്.ആർ.ഒ ഇങ്ങനെ ആണെങ്കിൽ പിന്നെ മറ്റേത് പൊതുമേഖലാ സ്ഥാപനമാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്? ഐ.എസ്.ആർ.ഒയുടെ പ്രതിസന്ധികളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നും സർക്കാരിന് ഐ.എസ്.ആർ.ഒയുടെ പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണം മനസ്സിലായിട്ടുണ്ടെന്നും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക കാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കി. പക്ഷേ അത് തൽക്കാലം അതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ നിർവാഹമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് അതൊരു ക്ലാസിഫൈഡ് ഡീറ്റെയിൽ ആണ്. എന്തായിരിക്കും അത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിനിടയ്ക്ക് അതീവ ഗൗരവമുള്ള മറ്റു ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മളെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ്. അതായത് ഇന്ത്യയുടെ 2 ഉപഗ്രഹങ്ങൾ അത് വിക്ഷേപണത്തിന് തയ്യാറായിട്ട് കുറെ ആഴ്ചകളായിട്ട് ശ്രീഹരിക്കോട്ടയിലെ ലോഞ്ച് പാഡിന് സമീപമുള്ള സംരക്ഷണ കേന്ദ്രത്തിൽ അത് അങ്ങനെ വെച്ചിരിക്കുകയാണ്. NV309 ഈ NV309 എന്ന് പറഞ്ഞാൽ അടിയന്തിരമായിട്ട് വിക്ഷേപിക്കേണ്ട ഒരു ഉപഗ്രഹമാണ്. അത് നമ്മുടെ ഈ നാവിക് എന്ന് പറയുന്ന പൊസിഷനിങ്, ടൈമിംഗ് ആൻഡ് നാവിഗേഷൻ ഡയറക്ഷൻസ് നൽകുന്ന നമ്മുടെ ഒരു കോൺസ്റ്റലേഷനാണ്. അതിന്റെ ഭാഗമാണ്, നാവിക്കിന്റെ ഭാഗമായ NV3. ശരിക്കും നാവിക്ക് ഒരു ഉപഗ്രഹത്തിന്റെ കുറവ് കൊണ്ട് ഇപ്പൊ വേണ്ട രീതിയിൽ പ്രവർത്തനക്ഷമമല്ല. അതിന്റെ നാവിക്കിന്റെ പ്രവർത്തനത്തെ ഒരു ഉപഗ്രഹത്തിന്റെ കുറവ് ബാധിച്ചു. അപ്പൊ ഈ NV3 വിജയകരമായിട്ട് വിക്ഷേപിച്ചാൽ ആ കുറവ് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് വിക്ഷേപണം നടക്കുന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു അതീവ പ്രാധാന്യമുള്ള ഒരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് സർവൈലൻസ് സാറ്റലൈറ്റ്, വേണമെങ്കിൽ നമുക്ക് ചാര ഉപഗ്രഹം എന്ന് പറയാം. അതിന് ഒരേ സമയം ഈ നമ്മുടെ പ്രകൃതി ദുരന്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രവചിക്കാനുള്ള ശേഷിയും അതുപോലെ തന്നെ നമുക്ക് ദേശീയ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള വിശദാംശങ്ങൾ നൽകാനും കഴിയുള്ള ഈ 2 ഉപഗ്രഹങ്ങൾ തയ്യാറായിട്ട് വിക്ഷേപണ സജ്ജമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അത് വിക്ഷേപിക്കുന്നില്ല. എന്താ കാരണം? ആർക്കും അറിഞ്ഞൂടാ, ആരും ചോദിക്കുന്നില്ല. ഇനി മറ്റൊരു വിവരം, അത് ഇതിനേക്കാൾ ഞെട്ടിക്കുന്നതാണ്. GSLV MK2 എന്ന ഇന്ത്യയുടെ, അതായത് ഭൂസ്ഥിര ഭ്രമണ പഥത്തിലേക്ക് ഏതാണ്ട് 3 ടൺ വരെയുള്ള ഉപഗ്രഹങ്ങൾ എത്തിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ ഒരു ലോഞ്ച് വെഹിക്കിളാണ് ഈ GSLV MK2. അത് പ്രൊപ്പല്ലന്റ് നിറച്ച്, അല്ലെങ്കിൽ നമുക്ക് LV2 എന്നും അതിനെ വിളിക്കാം, അതിൽ ഇന്ധനം പകുതി നിറച്ച നിലയിൽ ശ്രീഹരിക്കോട്ടയിലെ ലോഞ്ച് പാഡിലാണ്. ഇന്ധനം നിറച്ചുകൊണ്ടിരുന്നപ്പോൾ കേന്ദ്ര സർക്കാർ അത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നാണ് വാർത്ത. അതായത് അതിന്റെ വിക്ഷേപണാനുമതി നിഷേധിച്ചു. എന്തായിരിക്കാം ഇതിന്റെയൊക്കെ കാരണം? ഒരു പക്ഷേ, നമുക്ക് സർക്കാർ വിവരങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല, നമുക്ക് അതിന്റെ ആധികാരികമായിട്ടൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഐ.എസ്.ആർ.ഒയിൽ നടന്ന എന്തോ ഒരു അട്ടിമറി ശ്രമം കേന്ദ്ര സർക്കാർ കണ്ടെത്തുകയും വീണ്ടും ഒരു വിക്ഷേപണം നടന്നാൽ അതും പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് തൽക്കാലം 100% സുരക്ഷിതമായ ഒരു വിക്ഷേപണ സാധ്യത തെളിഞ്ഞു വരുന്നത് വരെ, അതായത് ഇതെല്ലാം തന്നെ വീണ്ടും ഒരു റീ എക്സാമിനിങ് നടത്തി അതിന്റെ എല്ലാ കുറ്റങ്ങളും തീർത്തതിന് ശേഷം മാത്രം വിക്ഷേപണം മതി എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയതാവാം ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ. ഇനി അതല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും
ആ, പ്രതിസന്ധി ഉണ്ടായിരിക്കാം. ആ പ്രതിസന്ധി എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലെ സംഭവ വികാസങ്ങളിലൂടെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ കടന്നു പോകാം. ഈ ഇന്ത്യയുടെ ആ, പിന്നെ റോക്കറ്റുകളിൽ ഏറ്റവും അധികം വിജയകരമായ, അതായത് തുടർച്ചയായിട്ട് എനിക്ക് തോന്നുന്നു 57 തവണയോളം തുടർച്ചയായി വിജയകരമായി വിക്ഷേപിച്ച റോക്കറ്റ് ആയിരുന്നു PSLV, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്ന PSLV ഉപയോഗിച്ചാണ് പല എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളും നമ്മൾ വിക്ഷേപിക്കുന്നത്. അത് നിയർ എർത്ത് ഓർബിറ്റ്, ലോ എർത്ത് ഓർബിറ്റിലോട്ട് വിക്ഷേപിക്കുന്ന ഒരു വിക്ഷേപണ വാഹനമാണ്. അത് ആദ്യമായിട്ട് ഈ 57 തുടർച്ചയായ വിജയങ്ങൾക്ക് ശേഷം മെയ് 18, 2025 PSLV C6 എന്ന വിക്ഷേപണ വാഹനം പരാജയപ്പെടുന്നു. അതിന്റെ 3-ാം ഘട്ടം ആണ് പരാജയപ്പെട്ടത്. അതോടുകൂടി ഉപഗ്രഹവും നഷ്ടപ്പെട്ടു. ഉപഗ്രഹത്തെ കൃത്യമായ ഭ്രമണ പഥത്തിൽ എത്തിക്കാൻ ഈ റോക്കറ്റിന് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് അത് 2025 മെയ്യിലായി. ഏതാണ്ട് ഇപ്പം ഒരു കൊല്ലവും ഒരു 4 മാസത്തോളവുമായി. ഇനി രണ്ടാമത്തേത് ഈ കൊല്ലം തുടക്കത്തിലാണ്, ജനുവരി 12, 2026. PSLV C62, ആദ്യത്തേത് 61, C6 അല്ല, ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി. മെയ് 18, 2025 PSLV C61 പരാജയപ്പെട്ടു. ജാനുവരി 12, 2026 PSLV C62, കഴിഞ്ഞ വർഷം 61. ഇത് രണ്ടും പരാജയപ്പെട്ടു. ഈ പരാജയങ്ങൾ, അതായത് തോളോട് തോൾ ചേർന്നുള്ള, ഇംഗ്ലീഷിൽ പറയും ബാക്ക് ടു ബാക്ക് ഫെയിലിയേഴ്സ് എന്ന് പറയും. ഈ ബാക്ക് ടു ബാക്ക് ഫെയിലിയേഴ്സ്, അതിന് പ്രത്യേകിച്ച് കാരണം ഒന്നും പറയാനില്ല. കാരണം ഇന്ത്യ വർഷങ്ങളായിട്ട് പരീക്ഷിച്ച് വിജയിച്ച ഇന്ത്യയുടെ സ്വന്തം ടെക്നോളജി, ആ ടെക്നോളജി തുടർച്ചയായിട്ട് പരാജയപ്പെടണമെങ്കിൽ അത് അട്ടിമറിയാകാനാണ് സാധ്യത എന്നാണ് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് തോന്നുന്നത്. അതിനെ തുടർന്ന് നമ്മുടെ എല്ലാ സാറ്റലൈറ്റ് ലോഞ്ചുകളും വിക്ഷേപണങ്ങളും നിർത്തിവെക്കുകയും, അങ്ങനെ നിർത്തിവെച്ചതിന് ശേഷം അതിനുശേഷം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവാൾ തിരുവനന്തപുരത്ത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സന്ദർശിക്കുന്നു. അദ്ദേഹം എല്ലാ ശാസ്ത്രജ്ഞന്മാരുമായിട്ട് ചർച്ചകൾ നടത്തുന്നു. ISRO ചെയർമാൻ തൊട്ട് താഴോട്ടുള്ള എല്ലാ മിഷൻ ഹെഡുകളുമായിട്ടും പ്രോജക്ട് ഹെഡുകളുമായിട്ടും ഒക്കെ അദ്ദേഹം സംഭാഷണം നടത്തി. അതിനുശേഷമാണ് അദ്ദേഹം തിരിച്ചുപോയത്. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായ വിവരങ്ങൾ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറയുന്നത്. പക്ഷെ അദ്ദേഹം അത് പങ്കുവെക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഈ NV3 SIR എന്ന മൂന്നാമത്തെ, ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മുടെ ഈ നാവിക്കിന്റെ ഭാഗമായിട്ടുള്ള ഉപഗ്രഹം, അത് ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു മാണ്. സെക്കൻഡ് ജനറേഷൻ നാവിഗേഷൻ ഡയറക്ഷൻസ് നമുക്ക് തരാനുള്ള, അതിനുള്ള ശേഷിയുള്ള ഒരു ഉപഗ്രഹമാണ്. അതവിടെ വെറുതെ വെച്ചിരിക്കുകയാണ്. GISAT 1A എന്ന് പറയുന്നത് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. അത് ജിയോ സിങ്ക്രോണസ് ഓർബിറ്റിൽ നിന്ന്, അതായത് ഭൂസ്ഥിര ഭ്രമണപഥത്തിലാണ്. ആദ്യത്തേത് ഭൂമിയോട് അടുത്തുള്ള സൺ സിങ്ക്രോണസ് ഓർബിറ്റ് എന്ന് പറയും. അതായത് സൂര്യൻ എങ്ങനെയാണ് നീങ്ങുന്നത് അതനുസരിച്ചാണ്. അപ്പം ഒരു ദിവസം ഒരു തവണ മാത്രമേ അത് വരൂ, അല്ലെങ്കിൽ രാവിലെയും രാത്രിയിലും വരും. അങ്ങനെ ആ രീതിയിലുള്ള ഒരു സാറ്റലൈറ്റ് ആണ്. പക്ഷെ ഭൂസ്ഥിര പഥത്തിൽ എത്തുന്ന ഉപഗ്രഹം അത് എപ്പോഴും ഭൂമിയുടെ അതേ വേഗതയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഭൂമിയുടെ ഒരു പ്രദേശത്ത് നടക്കുന്നത് റിയൽ ടൈം അപ്ഡേറ്റിംഗ് നടത്തും. അത്തരം സാറ്റലൈറ്റ് ഇന്ത്യക്ക് സത്യം പറഞ്ഞാൽ അത്തരം ഒരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ഇല്ല. അതാണ് ഈ GISATന്റെ ഒരു പ്രത്യേകത. ആ GISATന്റെ ആദ്യത്തെ വിക്ഷേപണം അത് പരാജയപ്പെട്ടിരുന്നു. ആദ്യത്തെ വിക്ഷേപണം 2020 GISAT 1. ഇത് GISAT 1A എന്നാണ്. ആദ്യത്തേത് നഷ്ടപ്പെട്ടതിന് ശേഷം ഇപ്പോൾ അതിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് GISAT 1A ആണ്. ആ GISAT 1 2020 അത് വിക്ഷേപിക്കേണ്ടിയിരുന്നതാണ്. പക്ഷെ ആദ്യം അതിന്റെ 2020 വിക്ഷേപിക്കേണ്ടിയിരുന്നത് അത് കുറച്ച് കാലതാമസം വന്നു, ഡിലേ ആയിപ്പോയി. എന്നിട്ട് 2021 അത് വിക്ഷേപിച്ചപ്പോൾ ഈ LV-2 ക്രയോജനിക് അപ്പർ സ്റ്റേജ് അത് പരാജയപ്പെട്ടു. ആ വിക്ഷേപണം അങ്ങനെ തെറ്റിപ്പോയി. അപ്പൊ ISROയുടെ ഒരു പരാജയങ്ങളുടെ തുടക്കം, അത് നിരന്തരമായ ഒരു തുടക്കമായിരുന്നു അത്.
അപ്പൊ ഇതിലൊക്കെ തന്നെ അട്ടിമറി ഉണ്ടോ എന്നുള്ള ന്യായമായ സംശയമുണ്ട്. കാരണം ഈ GISAT പോലുള്ള ഒരു ഉപഗ്രഹം അതീവ സൂക്ഷ്മതയോടുകൂടി ഇന്ത്യൻ ഭൂഖണ്ഡത്തെ, ഇന്ത്യ ഭൂമിയെ സദാ നിരീക്ഷിച്ചുകൊണ്ട്, നമുക്കിപ്പോൾ ഉള്ള എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ഒക്കെ നമ്മുടെ ഈ പോളാർ ഭ്രമണപഥത്തിലാണ്. അല്ലെങ്കിൽ അത് ദിവസം 2 തവണ മാത്രമാണ് ഇന്ത്യക്ക് മുകളിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ ഈ GISAT അങ്ങനെയല്ല, ലോ എർത്ത് ഓർബിറ്റിലല്ല, ഒരു ഉയർന്ന ഓർബിറ്റിലാണ്. അവിടെ നിന്നുകൊണ്ട് ഭൂമിയുടെ സമാനമായ വേഗതയിൽ ഭൂമിക്കൊപ്പം നീങ്ങുന്നത് കാരണം അത് കൃത്യമായിട്ടും സദാസമയവും ഇന്ത്യയുടെ ഭൂഖണ്ഡത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ഇവിടെ നടക്കുന്ന ഓരോ ചലനങ്ങളെയും റിയൽ ടൈം നമുക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ അതായത് ഏതൊരു ശത്രുവിന്റെ ഏതൊരു നീക്കവും അതീവ സൂക്ഷ്മതയോടെ കൃത്യമായിട്ട് നമുക്കറിയാം. പ്രകൃതി ദുരന്തങ്ങൾ കുറച്ചുകൂടി കൃത്യതയോടുകൂടി നമുക്കറിയാൻ പറ്റും. മറ്റ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തൊട്ട് എല്ലാ കാര്യങ്ങളിലും നമുക്ക് സഹായകരമാകേണ്ട ഉപഗ്രഹമായിരുന്നു അത്. GISAT-1 അത് പരാജയപ്പെട്ടു. അതിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ടുള്ള GISAT-1A ഇപ്പോൾ ശ്രീഹരിക്കോട്ടയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അത് എന്തുകൊണ്ടോ അതിന്റെ വിക്ഷേപണം നടന്നിട്ടില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഇന്ധനത്തിന് ഫില്ലിങ് പകുതിയാക്കി വെച്ചിരിക്കുന്ന ഒരു റോക്കറ്റ് ഉണ്ടല്ലോ, അതായത് GSLV MK2, ആ MK2-ൽ വിക്ഷേപിക്കേണ്ടത് ഈ GISAT ആണ്. കാരണം ഈ ജിയോ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റിൽ ഒരു ഉപഗ്രഹം വിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് GISAT-1A ആകാനാണ് സാധ്യത. മറ്റത് ലോ എർത്ത് ഓർബിറ്റിൽ ആണ് വിക്ഷേപിക്കുന്നത്. ഈ NV3 അത് നമ്മുടെ നാവിക് കോൺസ്റ്റലേഷന്റെ ഭാഗമാണ്. എന്തായാലും ശരി, ഇപ്പോ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് സർക്കാർ ഇതിന്റെ കുഴപ്പങ്ങൾ, ISROയുടെ നടന്ന അടിസ്ഥാന കുഴപ്പങ്ങളുടെ കാരണം സർക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ രോഗം നിർണയിച്ചു കഴിഞ്ഞാൽ ആ രോഗത്തിന് ചികിത്സ പിന്നീട് എളുപ്പമാണ്. രോഗനിർണയമാണ്, ഡയഗ്നോസിസ് ആണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ആ ഡയഗ്നോസിസ് സംഭവിച്ചു കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ചികിത്സ ISROയിൽ നിശബ്ദമായിട്ട് ഒരുപക്ഷെ സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ഇത് പുറം ലോകം അറിയുന്നതിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. കാരണം ഇന്ത്യയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ISRO. അവിടെ നടക്കുന്ന രഹസ്യ സ്വഭാവമുള്ള അട്ടിമറികളാവട്ടെ, അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റമാവട്ടെ, ഇനി അതൊന്നുമല്ല, അവിടെ ഒരു സൈബർ അറ്റാക്ക് ആയിരുന്നു നടന്നിരുന്നത്, നമുക്കറിഞ്ഞൂടാ. കാരണം ആധുനിക ഉപഗ്രഹങ്ങളൊക്കെ തന്നെ, ലോഞ്ച് വെഹിക്കിളും ഉപഗ്രഹങ്ങളും എല്ലാം തന്നെ ഒരുപാട് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയാണ് അത് പ്രവർത്തിക്കുന്നത്. ഈ സോഫ്റ്റ്വെയറുകളിൽ എവിടെങ്കിലും ഒരു ചെറിയ കറപ്ഷൻ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഈ വിക്ഷേപണവും ഈ അതായത് ഈ ഉപഗ്രഹവും വെഹിക്കിളും രണ്ടിനും പരാജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ PSLVയുടെ 2 ലോഞ്ച്, അതായത് 2025 മെയ്യിലും 2026 ജൂണിലും ഉണ്ടായ ഈ അപകടങ്ങൾ, ആ 2 എണ്ണവും 3ാം ഘട്ടത്തിലായിരുന്നു. PSLVയുടെ 3ാം ഘട്ടമാണ് പരാജയപ്പെട്ടത്. അത് സാധാരണഗതിയിലുള്ള ഒരു കുഴപ്പമാണ്, ഒരു ലോഞ്ച് വെഹിക്കിളിന്റെ കുഴപ്പമായിട്ട് നമുക്ക് കരുതാൻ പറ്റുന്നില്ല. കാരണം അത് എത്രയോ വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് ഉപയോഗിച്ച അപ്ഡേഷൻസ് എല്ലാം കൃത്യമായിട്ട് നടത്തിയ ഒരു ലോഞ്ച് വെഹിക്കിൾ ശരി ഒരു തവണ അത് പരാജയപ്പെടാം, പക്ഷെ തുടർച്ചയായിട്ട് 2 തവണ അങ്ങനെ പരാജയപ്പെടില്ല. കാരണം എത്രയോ ഓരോ വിക്ഷേപണത്തിന് മുമ്പും ഇതിന്റെ ഓരോ ഭാഗവും പലതവണ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടാണ് ഈ ഒരു റോക്കറ്റ് വിക്ഷേപണം നടക്കുന്നത്. ഉപഗ്രഹത്തിന്റെ കാര്യത്തിലും അതുപോലെ. അപ്പൊ അത്ര സൂക്ഷ്മതയോട് കൂടിയിട്ടുള്ള പരിശോധനകൾക്കൊക്കെ ശേഷം അവിടെ ഒരു പരാജയം വന്നു. അവിടെ ഞാൻ മനസ്സിലാക്കുന്ന എന്തോ ഒരു കമാൻഡ് അത് വേണ്ട രീതിയിൽ അത് കൺവേ ചെയ്യാൻ, അതായത് പൈറോ വാൽവിലുള്ള ഓക്സിഡൈസർ ലൈൻ അതിലേക്കുള്ള കമാൻഡാണ് ഈ പൈറോ വാൽവിലേക്കുള്ള ട്രാൻസ്മിറ്റ് ചെയ്യാതിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിലെന്തോ ഒരു അട്ടിമറി ഉണ്ടോ എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ പുറത്തുള്ള നമ്മളെ പോലുള്ള ആൾക്കാർക്ക് സംശയിക്കാൻ തോന്നുന്നു. എന്തായാലും ശരി, സർക്കാർ ഇത് കണ്ടുപിടിച്ച സ്ഥിതിക്ക്, സർക്കാരിന്റെ കയ്യിൽ വിശദാംശങ്ങളെല്ലാം എത്തിയ സ്ഥിതിക്ക് ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കപ്പെടുമെന്നും ISRO പൂർവാധികം ശക്തിയോടുകൂടി കുതിച്ചുയരുമെന്നും നാവിക്ക് വീണ്ടും ഇന്ത്യക്ക് GPS-നും
അതുപോലെ തന്നെ ഗ്ലോസ്നാസ്റ്റോ ഒക്കെ പോലെ തന്നെ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഒരു സമ്പൂർണ്ണ ഒരു ടൈമിങ്, നാവിഗേഷൻ, പൊസിഷനിങ് സർവീസ് ആയിട്ട് നാവിക്കിന് ഭാവിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നും നമുക്ക് ആശിക്കാം. കൂടുതൽ വിശദാംശങ്ങളും കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലെത്തും. അതുവരെ എല്ലാവർക്കും നമസ്കാരം.